ഇങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ ഇരിക്കാറ്. ആ വീഡിയോയിൽ പറയാൻ പാടില്ല. ഞാൻ നേരത്തെ എത്തി, ഭയങ്കര നേരത്തെയായി. സമയത്തായി 2:45 4 മണി കഴിഞ്ഞിട്ടാണ് കൊടയിലേക്ക് ബസ്. അടിപൊളി. ഞാനൊരു 2:45 പളനി എത്തി. വളരെ നേരത്തെ എത്തി, ബസ്സൊന്നും വരാനായിട്ടില്ല, കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പോസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് പളനി ബസ് സ്റ്റാൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതാണ് പളനി സീൻ. എനിക്ക് കുറേ സമയമുണ്ടല്ലോ. പണ്ടൊക്കെ 4 മണി കഴിഞ്ഞിട്ട് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കൊടയിലേക്ക് ബസ്. അപ്പം ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ജസ്റ്റ് ഒരു കണ്ടക്ടറാന്ന് തോന്നുന്നു, കണ്ടക്ടർ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു കൊടൈ ബസ് എപ്പോഴാന്നുള്ള പോലെ. അപ്പം ഏത് സൈഡിലാണെന്ന് ചോദിച്ചു. അപ്പം അയാൾ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു സിംഗിളായിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സിംഗിളായിട്ട്, ഞാൻ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഉണ്ടെന്നുള്ള പോലെ പറഞ്ഞു. അപ്പോൾ സിംഗിളാ വീണ്ടും ചോദിച്ചു. ആ സിംഗിളാ, ഞാനും വരട്ടും വന്നു. അത് ഇതൊക്കെ ശരി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എനിക്ക് വാഷ്റൂമിൽ പോകാനുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും ഇവിടെ ഒന്നും വാഷ്റൂം പോകില്ല. തമിഴ്നാടൊക്കെ സീനാണ്, എനിക്ക് ട്രോമയാവും. മറ്റേ മാളൊക്കെ ഉള്ള സമയത്താണെങ്കിലും മാളൂന് ഇങ്ങനെ പിടിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അവളുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അവളെ വാഷ്റൂമിൽ പറഞ്ഞേക്കും, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യിക്കും, എന്നിട്ട് ഞാൻ പോവാറ്. ഉള്ള ട്രോമയൊക്കെ അവളെടുത്തോളൂ. ബസ് വരുന്ന സമയത്ത് അവിടെ കണ്ടോ, അവിടുന്ന് ടോക്കൺ നമ്മൾ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഒരു 3:30 ആകുമ്പോൾ വരുന്ന പറഞ്ഞിട്ടുള്ളത്. ടോക്കണൊക്കെ എടുത്ത് ബസ്സിലൊക്കെ കയറിയിട്ട് ഞാൻ കാണിക്കാം. എന്ത് ഈസിയല്ലേ നിങ്ങൾക്ക്. ബസ് വന്ന് ഇനി ബാക്കി കൊടയിലേക്ക് എടുക്കണം. ബൈ. ഹായ്, കട എത്തിട്ടോ. നാളെന്താ കല്ലൊക്കെ എടുത്ത് അറിയാൻ നിൽക്കുന്ന പോയി. തന്നെ വേണ്ട കേട്ടോ, അങ്ങനെ വേണ്ടേ.
ഞാനിങ്ങനെ പറയായിരുന്നു കേട്ടോ, കുറേ മലയും കുന്നൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ മറ്റേ ക്ലൗഡ് ബെഡ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഡിപ്രഷൻ വരുമ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റിയാൽ മതിയെന്നു, ഞാൻ എവിടെയെങ്കിലും നമുക്ക് ട്രെക്ക് ചെയ്ത സമയം പോകുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റിയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ബസ്സിൽ കയറി കൊടൈ എത്താറായി ആ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് അതാണ്. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ നിൽക്കുന്ന പ്രോപ്പർട്ടി വന്നപ്പോൾ നോക്ക്, എന്താ ഇത്. ഞാൻ ബാക്ക് ക്യാമിൽ മലയെ കാണിച്ചതാ കേട്ടോ. സമാധാനം. അല്ല, ഞാൻ ഇനി എടുത്തതൊക്കെ ഇത് അമ്മേൻ്റെ സ്കേർട്ടാണ്, ഇത് എൻ്റെ ടോപ്പാണ്. ഇതില്ലേ, ഇതാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്ത്. കാര്യമായിട്ട് സെറ്റായിട്ടൊന്നുമില്ല, എനിക്ക് അത്ര ക്ഷമയുള്ളൂ ഇപ്പം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എറണാകുളത്ത് കാക്കനാട്. അല്ല, തൊട്ടടുത്ത്. എന്തേന്നു? ലോജിസ്റ്റിക്സ് പഠിച്ചേ. എന്നിട്ട് ഇത് മറ്റേ റിയൽ ഹാപ്പിനെസ് എന്നാ പറഞ്ഞത്. ഇവിടെ വരുന്നുണ്ടോ ഗ്രേ? വാ ഗ്രേ, സിറ്റ്. കം ഹിയർ. ശുട്ടുമണിയാണോ നീ? ശുട്ടുമണിയാണോ ഗ്രേ? ശുട്ടുമണിയാണോ? ആണോ? ഇഷ്ടമാണോ എന്നെ? ഇഷ്ടമാണോ നിനക്ക്? ഇഷ്ടമായോ നിനക്ക് എന്നെ? ഇല്ലാന്നാണോ? ഗ്രേ എടാ. സമയം 2 മണിയാവാൻ പോകുന്നു. അല്ല അത് നേരത്തെ പറയാനായിരുന്നു. അപ്പൊ നമ്മള് 3K ആണ് റൂമിന് കൊടുക്കല്. ഞാൻ പിന്നെ ഞങ്ങള് ഫോൺ കിട്ടില്ല. 3K ആണ് കൊടുക്കല്. നമ്മള് 2 കൂടുതൽ ആൾക്കാർ സ്റ്റെപ്സ് ടു ഹെവൻ എന്നൊക്കെ പറയില്ലേ. எல்லாத்துக்குமே வச்சிடும். செக் பண்ணிக்கணும். கிராஃபி உலகத்து ஸ்ட்ராங்கஸ்ட் மெட்டீரியல் செமண்டாஸ். Day 2 outfit check. ഈ സെറ്റ് ടീഷർട്ട് ഏട്ടൻ്റെ ആണ്.
പാൻസ് എനിക്കറിയില്ലായിരുന്നു, മിന്നുൻ്റെയോ ഏട്ടൻ്റെയോ ആരുതോ ആണ്. അങ്ങനെ ഒരു ആഗ്രഹം വന്നു പെട്ടെന്ന് ഇപ്പം. അല്ല, നേരത്തെ ഉണ്ട് ആഗ്രഹം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം പേടിയൊക്കെ മാറി. ഇപ്പം ഒരു ആരെയും വിളിച്ചാൽ പോയി ട്രൈ ചെയ്ത് നോക്കാനും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ളൊരു സാധനം വന്നു. ഇങ്ങനെ നടുമുറ്റത്താണോ മോനെ അപ്പിടുക? എവിടെയൊന്നും അപ്പിട്ട് ചവിട്ടിപ്പോവും. ഇതാണോ? അപ്പി 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 ഓറഞ്ച് കളറ്. വൈൽഡ് ബെറി, ഒരു ഓറഞ്ച് കളർ. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കട്ടെ. ഓ, നല്ല പുളിയാ. മറ്റേ മൾബെറി അല്ല അല്ലേ, അതിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു ടെക്സ്ചറും അതിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ടേസ്റ്റും. ഇതിങ്ങനെ പുളി തന്നെയാണോ പിന്നെ മധുരാവോ? കൊടുത്തു നോക്ക്, തിന്നാലോ. പുളി പറ്റിയില്ലാന്നല്ലേ? തിന്നോ? തിന്നുണ്ടോ? ബെറി തിന്നുന്ന ഗ്രേ എന്താ കൊടുത്തോട്ടെ. പിന്നെ വെറുതെ പോയില്ലേ രണ്ടെണ്ണം? ഇങ്ങോട്ടല്ലടാ മണ്ട.
ഞാനില്ല ഇത് നിർത്തി കഴിഞ്ഞിട്ട് പോയി നോക്കാൻ വിചാരിച്ചിരിക്കുന്നു. അറിയില്ല, നമുക്ക് ആഡ് ചെയ്യാലോ. ഇതൊക്കെ നല്ല മെമ്മറി അല്ലേ, എടുത്തില്ലെങ്കിലും അല്ലേ. 8 ആൾക്കാരാണോ വിളിക്കുന്നത്, അല്ലെങ്കിൽ പാട്ടാണോ അത്? ഇതില്ല, വീഡിയോയിൽ കാണുമ്പോ അപ്പുറത്തുള്ള മരമായിരിക്കും. വീഡിയോയിൽ കാണുമ്പോഴേ ഇത് അയ്യോ ചോട്ടിന്റെ സാധനം. അയ്യോ കുഴപ്പമില്ലടാ. ആത്മാർത്ഥതയില്ല നിർത്തണേ. അതിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക, ഒരു ബോള് പോലെ ആണോ, എന്നിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ മൂടാക്കും. തൂക്കാനാ? ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയല്ല, ക്രിസ്മസ് ആയതുകൊണ്ട് സെറ്റ് ചെയ്യാം. 3 സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. 2 ആളല്ലേ. വേണമെങ്കിൽ ടെന്റ് തരാം കേട്ടോ, വേണമെങ്കിൽ ടെന്റ് തരാം. ടെന്റ് ആണെങ്കിൽ അവൈലബിൾ ആണ്. ഓക്കേടാ, ക്യാബ് എടുത്താൽ മതി. ശരി, നമ്മളെ വിളിച്ചാൽ മതി, നമ്മള് ക്യാബ് വിട്ടുതരാം. നോക്കി പൂവൊക്കെ ചാർത്തി അത് കറക്റ്റ് മറ്റേ അപ്പൂപ്പന്റെ ബോഡി. ഓഹോ, ശരിക്കും റീബേർത്ത് അല്ലേ മറ്റേ ക്രിസ്മസ്. ഇത് നമ്മള് മറ്റേ കവറടക്കി. ഈ ഓറഞ്ച് ലൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് പോരണം. ഓറഞ്ച് മറ്റേ ഇതിന് ലൈറ്റ് ഇട്ടെടുത്താൽ മിന്നുന്ന മറ്റേ സാധനം, ഉള്ളിൽ മിന്നുന്ന ലൈറ്റ്, ബൾബ് ഇട്ടെടുത്തായി ബാറ്ററി. ബാക്കി പൂവ് അമ്മേ. വെയില് വെച്ച പൊട്ടു കുറച്ച് മുന്തിയ മതി ബ്രോ. അങ്ങനെ ഒന്നും കളിക്കല്ലേ, വെയിറ്റ് നോക്കിയപ്പാ താങ്ങോ നോക്കി വെക്കുമ്പോ നോക്കേ. പിന്നെ ഇവിടെ കിടന്നുറങ്ങി. ഗബ്രിയേലിന്റെ ദർശനമായി പോവാ. ഇതൊക്കെ പുറത്തിട്ടാല് മറ്റേ ആൾക്കാർ ഇതാവും, സീനാവും. നമ്മള് പരിഹസിച്ചു എന്നൊക്കെ പേടിണ്ട്. സൊസൈറ്റി അങ്ങനെയല്ല. ബലൂണ് കുറച്ചും കൂടി ഏടെ കാണൂ ഇങ്ങനത്തെ ഒരു കൂടൊക്കെ. ഇതൊരു ചടങ്ങാവാ, എല്ലാരും കൂടെ ചെയ്യേണ്ട ഒരു പരിപാടി.
ചാറുണ്ടായി അവൻ ഉള്ളിൽ ചാറ് അടി ബാൻ ചെയ്യാനൊക്കെ ഇല്ലല്ലോ നമ്മുടെ പുൽക്കൂട്. പുറത്തെവിടെയെങ്കിലും ഒരു സ്ഥലം ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഗൂഡല്ലൂര് സ്ഥലം നീ എന്നത് മാത്രം